എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 26ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. വളരെ വേഗം കഥകൾ ഇപ്പൊ പറഞ്ഞു പോണുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രൻ ശ്രീരാമനോട് താടകയെ വധിക്കേണ്ട ആവശ്യത്തിനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കുക ചെയ്തത്. എന്തുകൊണ്ടാണ് താടക വധിക്കപ്പെടണം എന്ന് പറയുന്നത് എന്നാണ് അവിടെ പറഞ്ഞു നിർത്തിയത്. അത്രയ്ക്കധികം ക്രൂരയും ദുസ്വഭാവവും ഒക്കെ ഉള്ളവളാണ് ഈ താടക. അതുകൊണ്ട് താടകയെ വധിച്ചോളൂ, ഗോക്കൾക്കും ബ്രാഹ്മണർക്കും ജനങ്ങൾക്കുമൊക്കെ ഹിതമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവളെ വധിക്കൂ എന്ന് വിശ്വാമിത്രൻ ശ്രീരാമനോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നിട്ട് എന്താണ് ശ്രീരാമൻ ചെയ്തത് എന്നുള്ളതാണ് അടുത്തതായിട്ട് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. മുനേർവചനമക്ലീബം ശ്രുത്വാ നരവരാത്മജ രാഘവഃ പ്രാഞ്ജലിർഭൂത്വാ പ്രത്യുവാച ദൃഢവ്രത. മുനിയുടെ ആ ശക്തമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് മുനേഹെ അക്ലീബം, അക്ലീബം എന്ന് പറഞ്ഞാല് പൗരുഷമുള്ളതായ ശക്തമായ എന്നർത്ഥം. അങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ട് ശ്രുത്വാ നരവരാത്മജ, നരവരാത്മജൻ, ദൃഢവ്രതൻ, രാഘവൻ എന്നുള്ളതൊക്കെ ശ്രീരാമന്റെ വിശേഷണങ്ങളാണ്. ദശരഥന്റെ പുത്രനായിട്ടുള്ള വളരെ ദൃഢമായിട്ട് വ്രതങ്ങൾ, അതായത് ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിന് മാറ്റമില്ലാത്ത അങ്ങനെയുള്ള ആ രാഘവൻ പ്രാഞ്ജലിർഭൂത്വ പ്രത്യുവാച, കൈകൾ രണ്ടും കൂപ്പിയിട്ട്, അതായത് വിശ്വാമിത്രനെ തൊഴുതിട്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു എന്നർത്ഥം. അതായത് വിശ്വാമിത്രന്റെ വാക്കുകൾ ഞാൻ തീർച്ചയായിട്ടും കേൾക്കുക തന്നെ ചെയ്യും. മഹാഋഷിവര്യനാണ്, അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകതയുണ്ട്. തൻ്റെ അച്ഛൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അടുത്തതായിട്ട് പറയണത്. അദ്ദേഹത്തെ പ്രണമിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. പിതുർവചന നിർദ്ദേശാത് പിതുർവചന ഗൗരവാത് വചനം കൗശികസ്യേതി കർത്തവ്യമവിശങ്കയാ. പിതുർവചന നിർദ്ദേശാത് പിതുർവചന ഗൗരവാത്. അയോധ്യയിൽ വച്ച് അച്ഛൻ ദശരഥ മഹാരാജാവ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതാണ് പിതുഹു വചന നിർദ്ദേശാത്, അച്ഛൻ്റെ വാക്കുകൾക്ക് അനുസരിച്ച്. പിതുർവചന ഗൗരവാത്, അച്ഛൻ്റെ വാക്കുകൾക്ക് ഞാൻ അത്രയ്ക്കധികം പ്രാധാന്യം കൊടുക്കണുണ്ട്. അങ്ങനെ 2 കാരണങ്ങളെ കൊണ്ട് കൗശികസ്യ വചനം അവിശങ്കയാ കർത്തവ്യം ഇതി. എന്താണ് ഞാൻ അച്ഛന് വാക്ക് കൊടുത്തത്, അല്ലെങ്കിൽ അച്ഛൻ എന്താണ് എന്നോട് വളരെ തീവ്രമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ എന്താണ്? അതിലൊന്നാണ് കൗശികൻ എന്താണോ നിന്നോട് പറയണത്, അല്ലയോ ശ്രീരാമ, ആ പ്രവൃത്തികൾ നീ ചെയ്തു തീർക്കുക തന്നെ വേണം. അതായത് അരുതാത്ത ഒരു കാര്യവും കൗശികൻ ശ്രീരാമനോട് ആവശ്യപ്പെടില്ല. വേണമെന്ന് പറയണ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് കൗശികസ്യ വചനം അവിശങ്കയാ കർത്തവ്യം ഇതി പിതുഹു നിർദ്ദേശ. അതാണ് അച്ഛൻ്റെ നിർദ്ദേശം. അതുപോലെ തന്നെ അത്രയ്ക്ക് വിലപ്പെട്ട വാക്കുകളാണ് അച്ഛൻ്റെ എന്നുള്ളത് കൊണ്ട്, അതായത് വേണ്ട കാര്യങ്ങൾ അച്ഛൻ അങ്ങനെ ചെയ്യുള്ളൂ. വകതിരിവോടുകൂടി പെരുമാറണം, ശ്രദ്ധയോടുകൂടി പെരുമാറണം എന്നൊക്കെ ഉപദേശിച്ചു തരുന്ന ആളാണ് അച്ഛൻ. അങ്ങനെയുള്ള ദശരഥ മഹാരാജാവ് കൗശികന്റെ വാക്കുകൾ കേൾക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പുറത്തൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അവിശങ്കയ, ഞാൻ യാതൊരു സംശയവുമില്ലാതെ പേടിയുമില്ലാതെ എന്താണോ കൗശിക മഹർഷി പറഞ്ഞത് അത് അക്ഷരം പ്രതി അനുസരിക്കാൻ പോവുകയാണ് എന്ന് വിശ്വാമിത്രനോടായി തന്നെ പറയുകയാണ് ചെയ്തത്. എന്നിട്ട് നമുക്ക് 3ാമത്തെ ശ്ലോകം നോക്കാം. അനുശിഷ്ടോസ്മ്യയോധ്യായാം ഗുരുമധ്യേ മഹാത്മനാ പിത്രാ ദശരഥേനാഹം നാവജ്ഞേയം ഹി തദ്വച. ഇത് തൊട്ടു മുമ്പേ പറഞ്ഞ ശ്ലോകത്തിന്റെ അതേ അർത്ഥം വരണ മറ്റൊരു ശ്ലോകമാണ്. അനുശിഷ്ടോസ്മി അയോധ്യായാം, അയോധ്യയിൽ വെച്ച് എന്നെ ശാസിക്കുകയുണ്ടായി. ശാസിക്കുക എന്ന് പറഞ്ഞാൽ ചീത്ത പറയാന്നല്ല, ഉപദേശിക്കുകയുണ്ടായി. എന്നോട് അച്ഛൻ വളരെ കാര്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അനുശിഷ്ടോസ്മി എവിടെ വെച്ചിട്ട്? ഗുരുമധ്യേ. ഗുരുമധ്യത്തിൽ എന്ന് പറഞ്ഞാല് എല്ലാ കാരണവന്മാരും ഗുരുക്കന്മാരും തലമുതിർന്ന ആൾക്കാരൊക്കെ ഇരിക്കണ സമയത്ത് അവിടെ വച്ചിട്ടാണ് അച്ഛൻ ഞങ്ങളോട് 2 പേരോടും എന്നോട് പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത്. മഹാത്മനാ ദശരഥേന, മഹാത്മാവായിട്ടുള്ള ആ ദശരഥനാൽ, പിത്രാ ദശരഥേന,
അഹം അനുശിഷ്ട അസ്മി. എന്നെ പറഞ്ഞ് തിരുത്തി മനസ്സിലാക്കുകയുണ്ടായി. എന്തായിരുന്നു അത്? തദ്വചഃ നാവജ്ഞേയം ഇതി. തദ്വച, തത് എന്നുള്ളത് കൊണ്ട് വിശ്വാമിത്രനെയാണ് ഉദ്ദേശിക്കുന്നത്. വിശ്വാമിത്രൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധയോടുകൂടി കേൾക്കണം. ന അവജ്ഞേയം, അത് അവജ്ഞയോട് കൂടിയിട്ട്, അതൊന്നും കേൾക്കണ്ടാത്തതാണ്, അല്ലെങ്കിൽ പുച്ഛത്തോട് കൂടിയിട്ടൊന്നും മാറ്റി വയ്ക്കരുത്. അത്രയും സാരവത്തായിട്ടുള്ള ഉപദേശങ്ങൾ മാത്രമേ കൗശികൻ തരാറുള്ളൂ, അതേ പറയാറുള്ളൂ. അതുകൊണ്ട് അങ്ങ് എന്താണോ പറയണത് അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. അച്ഛൻ പറഞ്ഞത് യാതൊരു മാറ്റവും ഇല്ലാതെ ഞാൻ കേൾക്കുകയും ചെയ്യും. അതാണ് പിത്രാ ദശരഥേന അഹം അനുശിഷ്ട അസ്മി. എന്തായിരുന്നു ആ അനുശാസനം? ന അവജ്ഞേയം തദ്വചഃ, അതായത് വിശ്വാമിത്രന്റെ വാക്കുകൾ തള്ളിക്കളയരുത് എന്നർത്ഥം. അടുത്ത ശ്ലോകം നോക്കാം, നാലാമത്തേത്. സോഹം പിതുർവച ശ്രുത്വാ ശാസനാത് ബ്രഹ്മവാദിനഃ കരിഷ്യാമി ന സന്ദേഹസ്താടകാവധമുത്തമം. സഹ അഹം, അങ്ങനെയുള്ള ഈ ഞാൻ, അതായത് അച്ഛൻ പറയണത് അനുസരിക്കുക, അതുപോലെ തന്നെ കൗശികന്റെ വാക്കുകൾക്ക് വിലമതിക്കുക, അങ്ങനെയൊക്കെയുള്ള ഈ ഞാൻ പിതുഹു വച ശ്രുത്വാ ബ്രഹ്മവാദിന ശാസനാദച്ച. പിതുഹു ദശരഥസ്യ വച, വാക്കുകൾ കേട്ടിട്ടും ബ്രഹ്മവാദിയായിട്ടുള്ള, ബ്രഹ്മം അറിവാണ്, അറിവിനെ ബ്രഹ്മമായിട്ട് തിരിച്ചറിഞ്ഞ, ഈശ്വരനായിട്ട് മനസ്സിലാക്കിയവനായ അങ്ങനെയുള്ള കൗശിക മുനിയുടെ വാക്കുകൾ കാരണമായിട്ടും ശാസനാത്, പറഞ്ഞത് അദ്ദേഹം പറയണതും കൂടി കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? കരിഷ്യാമി, ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ന സന്ദേഹ, എനിക്ക് യാതൊരു സംശയവുമില്ല. ഏത് കാര്യമാണ് ചെയ്യാൻ പോണത്? താടകാവധം ഉത്തമം, ഉത്തമം താടകാവധം കരിഷ്യാമി ന സന്ദേഹ. ഏറ്റവും ആവശ്യമുള്ളതായിട്ടുള്ള, ഉത്തമം എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഏറ്റവും അത്യാവശ്യമാണ്. ഈ താടകയെ വധിക്കേണ്ടത് ലോകത്തിന്റെ മുഴുവനും ആവശ്യമാണെന്നുള്ളത് കൊണ്ട് താടകയെ ഞാൻ വധിക്കാൻ പോവുകയാണ്. അതിൽ യാതൊരു സംശയവുമില്ല, എനിക്ക് സന്ദേഹമില്ല എന്ന് ശ്രീരാമൻ വിശ്വാമിത്രനോട് പറയാണ് ചെയ്യണത്. അടുത്ത ശ്ലോകം മുമ്പേ പറഞ്ഞതുപോലത്തെ അതിനോട് നല്ലവണ്ണം സാമ്യമുള്ള ശ്ലോകമാണ്. അഞ്ചാമത്തെ ശ്ലോകം നോക്കാം. കഴിഞ്ഞ സർഗത്തിലെ ശ്ലോകവുമായിട്ട് ചേർന്ന് പോണതാണ്. ഗോ ബ്രാഹ്മണ ഹിതാർത്ഥായ ദേശസ്യ ച ഹിതായ ച തവ ചൈവ അപ്രമേയസ്യ വചനം കർത്തുമുദ്യത. ആറാമത്തെ കൂടി നോക്കാം. ഏവമുക്ത്വാ ധനുർമധ്യേ ബദ്ധ്വാ മുഷ്ടിമരിന്ദമ ജാഘോഷമകരോത് തീവ്രം ദിശശബ്ദേന നാദയൻ. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, ഈ താടകാവധം, അത് ലോകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ദേശസ്യ ഹിതായ ച. ഗോക്കൾക്കും ബ്രാഹ്മണർക്കും ഈ ദേശത്തിനും ദേശവാസികൾക്കും എല്ലാവർക്കും തന്നെ ഹിതമായിട്ടുള്ള ഇതൊരു ആവശ്യമാണ്. അതായത് ലോകത്തിന് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ലോകത്തെ മുഴുവനും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവളാണ് താടക. ആ താടകയെ വധിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. അപ്പൊ അവിടെ എടുത്തു പറയാണ് ഗോക്കൾക്കും ബ്രാഹ്മണർക്കും അതുപോലെ ദേശത്തിനും ദേശത്തിൽ വസിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തവ അപ്രമേയസ്യ ച വചനം കർത്തുമുദ്യത. അങ്ങയെ പോലൊരു മഹാൻ, അപ്രമേയൻ എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്ത അത്രയ്ക്ക് മാഹാത്മ്യമുള്ളവനായിട്ടുള്ള കൗശികൻ, വിശ്വാമിത്ര മഹർഷി, ആ വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് വചനം കർത്തും ഉദ്യത അഹം, അങ്ങയുടെ വാക്ക് പറഞ്ഞത് കേൾക്കുക, അതായത് വേണ്ട കാര്യമാണ് പറയണത്, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ടുള്ള ഞാൻ ഇതാ ആവശ്യമുള്ളതായിട്ടുള്ള ഉത്തമമായിട്ടുള്ള താടകാവധം ചെയ്യാനായിട്ട് പുറപ്പെടുന്നു എന്നാണ് പറയണത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു എന്ന് പറയാണ് അടുത്ത ശ്ലോകത്തില്. ഏവമുക്ത്വാ ധനുർമധ്യേ ബദ്ധ്വാ മുഷ്ടിം അരിന്ദമ. ഏവം ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട് ആ അരിന്ദമൻ, അരികളെ ശത്രുക്കളെ നശിപ്പിക്കുന്നവനായിട്ടുള്ള ശ്രീരാമൻ തൻ്റെ മുഷ്ടി, അതായത് കയ്യുമടക്കിയിട്ട് ധനുർമധ്യേ, വില്ലിന്റെ മധ്യഭാഗത്ത് സ്പർശിച്ചു. വില്ലിന്റെ മധ്യഭാഗം എന്നുള്ളത് കൊണ്ട് വില്ലല്ല സ്പർശിക്കുന്നത് ഞാണാണ്.
മടക്കി പിടിച്ചുകൊണ്ട് ആ വില്ലിന്റെ നടുക്ക് ഭാഗത്ത് പിടിക്കുകയും ഞാണൊലി പുറപ്പെടുവിക്കുകയും ചെയ്യാണ് ഉണ്ടായത്. അതാണ് ധനുർമധ്യേ മുഷ്ടിം ബദ്ധ്വാ ജ്യാഘോഷം അകരോത്. അങ്ങനെ തന്റെ ചൂണ്ടുവിരൽ കൊണ്ടും തള്ളവിരൽ കൊണ്ടും ആ ഞാണ് പിടിച്ചിട്ട് അതങ്ങനെ വലിച്ച് അതിങ്ങനെ അമർത്തി കെട്ടിയിരിക്കുകയാണ്. അതിങ്ങനെ അമർത്തി അതിനെ സ്പർശിച്ചു. അതിങ്ങനെ വലിച്ചു വിടുമ്പോൾ ഭും ഭും എന്നുള്ള ശബ്ദം കേൾക്കും. അത്ര ഭീകരമായിട്ടുള്ള ശ്രീരാമന്റെ ധനുസിൽ നിന്ന് വളരെ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ശബ്ദം ആ കാട് മുഴുവനും വ്യാപിച്ചു. ജ്യാഘോഷമകരോത് തീവ്രം. ഒന്നോ രണ്ടോ തവണയൊന്നല്ല, പലതവണ അവിടെ താമസിക്കുന്ന ആൾക്കാർക്കും, അതായത് അതിന്റെ ചുറ്റുപാട്, താടകയ്ക്കും താടകയുടെ വനത്തിൽ വേറെ ആരും താമസിക്കില്ല എങ്കിലും അതിന്റെ ചുറ്റുപാടുമൊക്കെ ഉള്ളവർക്കായിട്ട് ഒരു അറിയിപ്പ് കൊടുക്കുന്നത് പോലെ ശ്രീരാമൻ തന്റെ കൈകൊണ്ട് ഞാണൊലി പുറപ്പെടുവിച്ചു. അതിശക്തമായിട്ടുള്ള, ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു നാദം ദിക്കുകൾ മുഴുവനും നിറഞ്ഞു. അതാണ് തീവ്രം ദിശശബ്ദേന നാദയൻ ജ്യാഘോഷം അകരോത്. ആ ശബ്ദം കൊണ്ട് ദിക്കുകളൊട്ടാകെ പ്രതിധ്വനിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ശബ്ദം അവിടെ മുഴുവനും നിറച്ചു എന്നർത്ഥം. ആ ശബ്ദം കേട്ടപ്പോൾ എന്താ ഉണ്ടായത് എന്നുള്ള 7ാമത്തെ ശ്ലോകം കൂടി നോക്കാം. തേന ശബ്ദേന വിത്രസ്ത താടകാ വനവാസിന താടകാച സുസംക്രുദ്ധ തേന ശബ്ദേന മോഹിത. തേന ശബ്ദേന, ആ ഞാണൊലി ശബ്ദം കൊണ്ട് താടകാവനവാസിന വിത്രസ്താഹ, താടകാവനത്തിന്റെ സമീപത്ത് താമസിക്കുന്നവരായിട്ടുള്ള ജനങ്ങളൊക്കെ തന്നെ പേടിച്ചു. ഇങ്ങനെ ഒരു ശബ്ദം അവിടെ ആരും കേട്ടിട്ടില്ല. താടകയുടെ അലർച്ചയും ബഹളമൊന്നും അല്ലാതെ ഒരു ഞാണൊലി ശബ്ദം, ഒരു പുരുഷ കേസരിയുടെ സാന്നിധ്യം ഇതുവരെ അവിടെ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ ആ വനത്തിന്റെ സമീപത്ത് താമസിച്ചിരുന്ന ആൾക്കാരെല്ലാവരും അത്യന്തം പേടിച്ചു. അത് കേട്ടപ്പോൾ താടകയ്ക്ക് എന്താ ഉണ്ടായത്? താടകാച, താടകയാകട്ടെ സുസംക്രുദ്ധ. ക്രുദ്ധ എന്ന് പറഞ്ഞാൽ തന്നെ ദേഷ്യപ്പെട്ടവൾ. സം എന്ന് പറഞ്ഞാൽ സമ്യക്ക്, സു എന്ന് പറഞ്ഞാൽ ഏറ്റവും. 2ഉം 3ഉം പ്രത്യയങ്ങൾ വെച്ചിട്ട് ആ ദേഷ്യത്തിനെ വർദ്ധിപ്പിച്ചു കാണിക്കുകയാണ്. അതീവ ക്രുദ്ധയായി തീർന്ന, അത്യന്തം ദേഷ്യമെന്നവളായിട്ടുള്ള ആ താടക ആ ശബ്ദം കൊണ്ട്, ശബ്ദേന മോഹിത, തേന ശബ്ദേന, ആ ശബ്ദം കൊണ്ട് മോഹിതയായി തീർന്നു. മോഹിത എന്ന് പറഞ്ഞാല് ഒരു ബോധക്കേട്, തന്നെ ആക്രമിക്കാൻ ആരാ വരണത് എന്നുള്ള ആ ദേഷ്യം കൊണ്ട് തന്നെ മറക്കുകയും ചെയ്തു. ആക്രമിക്കാനുള്ള പുറപ്പാടാണ് അടുത്തതായിട്ട് വർണ്ണിക്കണത്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. മുനേർവചനമക്ലീബം ശ്രുത്വാ നരവരാത്മജ രാഘവ പ്രാഞ്ജലിർഭൂത്വാ പ്രത്യുവാച ദൃഢവ്രത. പിതുർവചന നിർദ്ദേശാത് പിതുർവചന ഗൗരവാത് വചനം കൗശികസ്യേതി കർത്തവ്യമവിശങ്കയാ. അനുശിഷ്ടോസ്മ്യയോധ്യായാം ഗുരുമധ്യേ മഹാത്മനാ പിത്രാ ദശരഥേനാഹം നാവജ്ഞേയം ഹി തദ്വച സോഹം പിതുർവച ശ്രുത്വാ ശാസനാത് ബ്രഹ്മവാദിന കരിഷ്യാമി ന സന്ദേഹസ്താടകാവധമുത്തമം. ഗോബ്രാഹ്മണഹിതാർത്ഥായ ദേശസ്യ ച ഹിതായ ച തവ ചൈവ പ്രമേയസ്യ വചനം കർത്തുമുദ്യത. ഏവമുക്ത്വാ ധനുർമധ്യേ ബദ്ധ്വാ മുഷ്ടിമരിന്ദമ ജ്യാഘോഷമകരോത് തീവ്രം ദിശശബ്ദേന നാദയൻ. തേന ശബ്ദേന വിത്രസ്താസ്താടകാ വനവാസിന താടകാ ച സുസംക്രുദ്ധ തേന ശബ്ദേന മോഹിത. അങ്ങനെ താടകയുടെ ഒരു പേടി, അല്ലെങ്കിൽ തന്നെ ആക്രമിക്കാൻ ഒരാൾ ഉണ്ടായില്ലോ എന്നുള്ള ചിന്തകളൊക്കെയാണ് ആ താടകയിൽ ഉണ്ടായത്. അതിനനുസരിച്ച് താടക പ്രവർത്തിക്കുകയും ചെയ്തു. അതൊക്കെ അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള ഇന്നത്തെ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.